ഹായ്, വെൽക്കം ടു A4 അടുക്കള. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കൊഞ്ചുകറി ഉണ്ടാക്കി നോക്കിയാലോ. ഈ കൊഞ്ചുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ആദ്യം ഒരു പാൻ അടുപ്പേ വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവയൊക്കെ ഒന്ന് നമുക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് മൂപ്പിക്കാൻ നേരം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടി തിക്നെസ് വരാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റാം. കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഉള്ളിയൊക്കെ മൂപ്പിക്കുന്നതിന് മുന്നേ പെരിഞ്ജീരകം ഇടാവുന്നതാണ്. കൊഞ്ചിട്ട് എന്തുണ്ടാക്കിയാലും അതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നത് സ്വാദ് കൂട്ടേ ഉള്ളൂ. മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് വേറൊരു പാൻ എടുക്കാം. ഞാനിവിടെ കുക്കറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് സവാള ഉപ്പിട്ട് വഴറ്റാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ്, പച്ചമുളക് എന്നിവയൊക്കെ ഇടാം. കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. നമ്മളിതെല്ലാം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയും വഴറ്റാതെ വെക്കുന്നതും തമ്മിൽ സ്വാദിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട്. മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അടച്ചു വെച്ച് നമുക്ക് 1-2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. കിഴങ്ങും കൊഞ്ചുമൊക്കെ നല്ലതായിട്ടൊന്ന് വേകണ്ടേ, അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ കൊഞ്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കൊഞ്ചുകറിയാണ്. നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.